വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം അഗെയിൻ. സോ നമ്മളുടെ സ്റ്റഡി നിഫ്റ്റി മലയാളത്തിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫ്രീ കോഴ്സ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബിഗിനേഴ്സിന്റെ വളരെ ബേസിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കാനും ഷെയർ മാർക്കറ്റ് ട്രേഡിങ്ങിനെ പറ്റി മനസ്സിലാക്കാനും ഷെയർ മാർക്കറ്റിനകത്തുള്ള കമ്പോണൻസ്, ഷെയർ മാർക്കറ്റിനകത്തുള്ള പാർട്ടിസിപ്പൻസ്, ഷെയർ മാർക്കറ്റിനകത്ത് എന്തൊക്കെ നടക്കുന്നു, ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ കവർ ചെയ്തു. അതിൻ്റെ അനുബന്ധമായിട്ട് തന്നെ നമ്മളിത് അടുത്തൊരു വീഡിയോ വരികയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ട്രേഡേഴ്സ്, നമ്മൾ ഷെയർ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിനെ പറ്റി തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. നമ്മൾ ഫണ്ടമെന്റലി തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളൊരു മിനിമം സമയം നമ്മൾ ചെലവഴിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ട്രേഡിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ചേഞ്ച് അത് വളരെ വലുതാണ്. വിത്തൗട്ട് നോയിങ് എനിത്തിങ് നമ്മൾ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ ആകെ പകച്ചു പോകും. സോ അത് ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് ലെറ്റ്സ് ബിഗിൻ അവർ 3rd ചാപ്റ്റർ, അതായത് അണ്ടർസ്റ്റാൻഡിങ് ട്രേഡേഴ്സ്. എന്താണ് അണ്ടർസ്റ്റാൻഡ്? ട്രേഡേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ മാർക്കറ്റിൽ നിങ്ങളെയും എന്നെയും പോലെ മാർക്കറ്റിനകത്ത് ഏതൊക്കെ തരം ട്രേഡേഴ്സ് ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു പച്ചക്കറി മാർക്കറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ തരം ട്രേഡേഴ്സ് ഉണ്ടാവും? ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, റീറ്റെയിലേഴ്സ് ഉണ്ടാവും, പിന്നെ മിഡിൽമാൻ ഉണ്ടാവും അല്ലേ? ഡിഫറെന്റ് ടൈപ്സ്. നമ്മളെപ്പോലുള്ള സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പച്ചക്കറികൾ വാങ്ങാൻ പോകുന്നവരുണ്ടാവും, പിന്നെ വലിയ ബൾക്കായിട്ട് പച്ചക്കറികൾ വാങ്ങുന്നവരുണ്ടാവും. സോ ഇതുപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ ഷെയർ മാർക്കറ്റ്, അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ കുറച്ച് ഫോർമലായിട്ട് കുറെ വേർഡ്സ്, ടെർമിനോളജീസ് എന്ന് പറയും. അപ്പൊ ടെർമിനോളജീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കി വെക്കുക. വളരെ ബേസിക് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് പാഡ് കയ്യിലുണ്ടാവുക, ഒരു പെന്നും പേപ്പറും കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും കേട്ടോ. ഞാൻ ഇന്നത് നോട്ട് ചെയ്യൂ, ഇന്ന ഡെഫിനിഷൻ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കരിക്കുലം ബേസിസിലൊന്നും ഞാൻ പറഞ്ഞു പോകത്തില്ല. നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾ മനസ്സിലാകുന്ന ലാംഗ്വേജിൽ നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. സോ ട്രേഡേഴ്സ് എത്ര തരമുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ തരം ഏതാണ്? റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളെയും എന്നെയും പോലുള്ള ട്രേഡേഴ്സ്. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഷെയർസ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് വാങ്ങുകയോ അതിനുശേഷം നമുക്ക് വില കൂടുമ്പോൾ വിൽക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാരെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. റീറ്റെയിലേഴ്സിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. റീറ്റെയിലേഴ്സിന് ഇപ്പോൾ സെബി പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. റീറ്റെയിലേഴ്സിന്റെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? റൂളല്ല, റീറ്റെയിലർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ അപ് ടു 25 lakhs വരെ, എത്രയാ? 25 ലക്ഷം രൂപ വരെ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ വാങ്ങുകയും പലതരത്തിലുള്ള ഷെയർസ് വാങ്ങുന്നു, വിൽക്കുകയൊക്കെ ചെയ്യുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. എന്നാൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സ്റ്റോർ, നിങ്ങളുടെ കിച്ചണിനകത്ത് നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ്, ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ, മുളക്, മല്ലി, അത് ഇത് എന്നൊക്കെ നമ്മൾ വാങ്ങുന്നു. അതിനെ കൊണ്ട് നമ്മൾ സ്റ്റോറിൽ ഇവിടെ നമ്മൾ സേവ് ചെയ്യുന്നു. ഒരു സ്റ്റോർ കാണുന്നില്ല, ആ സ്റ്റോറിനുള്ളിൽ എന്തൊക്കെ കാണും? പലതരത്തിലുള്ള ഐറ്റംസ് കാണും. അതേമാതിരി സ്റ്റോക്കിന് ഷെയർ മാർക്കറ്റിലെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങളുടേത് എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിയത് എന്ന് പറഞ്ഞ് സ്റ്റോർ ആയിരിക്കുന്ന ഷെയർസിന്റെ പേര്, അത് നിങ്ങൾ ഏത് പ്രൈസിന് വാങ്ങിച്ചു, എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ മേടിച്ചു, അതിന്റെ വാങ്ങിച്ച സമയത്ത് എത്രയായിരുന്നു അതിന്റെ വില, ഇപ്പോൾ അതിന്റെ വില എത്ര എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 25 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നമ്മൾ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെ റീറ്റെയിലേഴ്സ് എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ അത് 10 ലക്ഷം രൂപ വരെയായിരുന്നു. 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അത് വേറൊരു ക്ലാസിഫിക്കേഷനിലേക്ക് പോകും. ഇപ്പോൾ അതിന്റെ ലിമിറ്റ് കൂട്ടി 25 lakhs വരെ ആക്കി. അടുത്ത 25 lakhs ആൻഡ് എബോ ട്രേഡ് ചെയ്യുന്ന വ്യക്തിഗതമായിട്ടുള്ള നിങ്ങളെയും എന്നെയും പോലുള്ള ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് വ്യക്തിഗതമായിട്ടുള്ള ട്രേഡേഴ്സിനെ
ഇനിയൊരു ക്ലാസിഫിക്കേഷനിൽ വിളിച്ചു. അവരെയാണ് HNIs എന്ന് പറയുന്നത്. എന്താണ്? ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ വ്യക്തിഗതം എന്നതൊക്കെ നമ്മൾ പറയുന്നത്. ഇൻഡിവിജ്വൽ ട്രേഡർ, വ്യക്തിഗതമായിട്ട് ട്രേഡ് ചെയ്യുന്നവർ. ഹൈ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ, നെറ്റ്വർത്ത് എന്ന് പറയുന്നത് അത് ഇൻകം ടാക്സ് റിലേറ്റഡ്. നെറ്റ്വർത്ത് അത് മൂല്യം, അതായത് എന്താ പറയാ, കുറച്ചും കൂടെ കാശുള്ളവൻ, ചുരുക്കി പറഞ്ഞാൽ നമ്മളെ പോലെ 50,000-നും 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഒക്കെ ട്രേഡ് ചെയ്യാൻ കഷ്ടപ്പെടുന്നവരെ പോലെ അല്ല. അപ്പനപ്പന്മാരായിട്ട് ഒത്തിരി സമ്പാദിച്ചു വെച്ചിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമ്പാദിച്ചവരൊക്കെ ഉണ്ടാവും. കൂടുതൽ തുകയിൽ 25 ലക്ഷത്തിന് മുകളിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ട്രേഡ് ചെയ്യുന്നവരെ എന്തെന്ന് വിളിക്കുന്നു? HNIs എന്ന് വിളിക്കുന്നു. ഓക്കെ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. അപ്പോൾ 2 ക്ലാസിഫിക്കേഷനായി, റീറ്റെയിലേഴ്സ്, ദെൻ HNIs. ഓക്കെ, മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയും. HNIs കഴിഞ്ഞു, അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വന്നു? ഒരു വലിയൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽ നമുക്ക് വന്നു, അല്ലേ? അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇനിയൊന്ന് ഏതാണ്? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. പിടികിട്ടിയില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ, അവിടുത്തെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്, അതായത് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന പണത്തെ അവർ മറ്റു രാജ്യങ്ങളിലുള്ള ഷെയർ മാർക്കറ്റില് ഡയറക്റ്റ് ആയിട്ട് ഷെയർ മാർക്കറ്റിൽ ആ രാജ്യത്തിന്റെ, നമ്മൾ ഇവിടുത്തെ സെബി എന്ന് പറയുന്ന പോലെ ഓരോരോ രാജ്യങ്ങളിലും ഉണ്ടാവുമല്ലോ റെഗുലേറ്റഡ് ബോഡി. അപ്പൊ അവരുടെ അനുമതിയോടുകൂടി ഷെയർ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ്, അവിടുത്തെ നാട്ടിലെ പണം വിദേശ രാജ്യത്തുള്ള അവരുടെ കളക്റ്റീവ് ആയിട്ടുള്ള കോർപ്പസ് ഫണ്ട് എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകൾ സമാഹരിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? അവർ കൂടുതൽ ലാഭത്തിലേക്ക് വേണ്ടി അവിടുത്തെ ബാങ്കിൽ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡസ്ട്രീസിലൊക്കെയോ അല്ലെങ്കിൽ അവിടുത്തെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാതെ പകരം നമ്മളെപ്പോലുള്ള ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ FIIs ഉള്ളത്. ഈ FIIs എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ എല്ലാ മാർക്കറ്റ്സിലും, വിദേശ രാജ്യങ്ങളിൽ, അവരുടെ സ്വന്തം കൺട്രി വിട്ടിട്ട് പുറത്തുള്ള രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഇപ്പൊ കാനഡയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ഇന്ത്യയിൽ വന്ന് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ എന്താ വിളിക്കുക? അവരെ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി അവരെങ്ങനെ ഫണ്ട് സമാഹരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ കാനഡയിലുള്ള ഇപ്പോ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പെൻഷൻ, അവിടെ ഒരു ഗവൺമെന്റ് സ്ഥാപനം ഉണ്ടാവും, ആ സ്ഥാപനത്തിലെ ജോലിക്കാരുണ്ടാവും, ജോലിക്കാർക്കുള്ള പെൻഷൻ ഫണ്ട് കളക്ട് ചെയ്തിട്ട് പെൻഷൻ കൊടുക്കുന്നത് റിട്ടയർഡ് ആകുന്ന സമയത്തല്ലേ, റിട്ടയർഡ് ആയതിനു ശേഷം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് എംപ്ലോയീസിൽ നിന്നൊക്കെ മാസം തോറും കളക്ട് ചെയ്യുന്ന ഫണ്ട് ഉണ്ടാവില്ലേ, അത്തരം ഫണ്ടുകളൊക്കെ പലതരത്തിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ പലതരത്തിലുള്ള ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ പെൻഷൻ ഫണ്ട്സ്, പിന്നെ പലതരത്തിലുള്ള പബ്ലിക് പ്രൈവറ്റ് ഹെൽത്ത് സ്കീമുകൾക്ക് പല ഫണ്ടുകളുണ്ടാവും. ആ ഫണ്ടൊക്കെ സെക്യൂർ ആയിരിക്കണം, വളരെ സേഫ് ആയിരിക്കണം. അപ്പൊ എന്നാൽ അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുകയും വേണം. സോ ഇത്തരം ഫണ്ട് ഹൗസസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നു. അതേമാതിരി സെയിം തന്നെ DII എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. സിമ്പിൾ. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ കൺട്രിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ ഒരുപാട് ഇതേമാതിരി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, നമ്മളിൽ നിന്നൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് നിക്ഷേപിക്കുന്നു, SIP ആയിട്ടൊക്കെ നിങ്ങൾ മാസം തോറും ഒക്കെ നിക്ഷേപിക്കുന്നവരുണ്ടാവും അല്ലേ. ആ തുകകളൊക്കെ എവിടെ പോകുന്ന വിചാരം? ഇതെല്ലാവരും അത് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ഷെയർ മാർക്കറ്റിൽ നിയന്ത്രിതമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അവര് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അപ്പോ അവരുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മളെപ്പോലെ 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞല്ല, ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അല്ലെ. അപ്പൊ വെരി ലാർജ് ഫണ്ടുകളാക്കി ആയിരിക്കും ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ആ ഫണ്ടുകളൊക്കെ അവര് എവിടെയാ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവര്
ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ചുമ്മാ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യില്ല, അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇനി വേറൊരു കൂട്ടരും കൂടി ഉണ്ട്, അവരെ പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സ് എന്ന് പറയുന്നു. പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സ് എന്ന് പറയുന്നവരും HNIs പോലെ, HNI എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം? അവർ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിപരമായിട്ടുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നവര്. പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സ് എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. അവര് ഓരോ കമ്പനീസ്, ഇപ്പൊ ഒരു ബിസിനസ്, നിങ്ങൾ സ്ഥാപനം നടത്തുന്ന ആളാണെന്ന് വെച്ചോളൂ. നിങ്ങൾ ഏത് ബിസിനസ് ചെയ്താലും നിങ്ങൾക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. കമ്പനിയുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ കമ്പനിക്ക് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. അത് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെ കമ്പനി ഫോം ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. അപ്പോ അത്തരത്തിൽ ഒരുപാട് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, അപ്പൊ എന്താ പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ, അത് അവരുടെ സ്വന്തം ഫണ്ടായിരിക്കും, പബ്ലിക്കിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഫണ്ട് ആയിരിക്കത്തില്ല. സ്വന്തം കമ്പനിയുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയാണ്. അതും ഹ്യൂജ് ഫണ്ടുകളൊക്കെ ആയിരിക്കും അവർ കൂടുതലും. ഇത്തരം പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഹ്യൂജ് ഫണ്ട്സ്, അവരുടെ കയ്യിലുള്ള സ്വന്തം ഫണ്ട്സ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോ ഏതൊക്കെ പുലികളുടെ ഇടയിലാണ് റീറ്റെയിലേഴ്സ് നിങ്ങൾക്ക് കമ്പീറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ബുദ്ധിമുട്ടാണെന്ന്. അതായത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയർ മാർക്കറ്റില് ഒരാള് ലാഭം ഉണ്ടാക്കുന്നെങ്കിൽ, സപ്പോസ് നിങ്ങൾ 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ 10,000 രൂപ നിങ്ങൾക്ക് ആര് തരുന്നത്? എക്സ്ചേഞ്ചിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുമോ? അല്ലെങ്കിൽ സെബി തരുമോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് തരുമോ? ഇല്ല. ഒരാളുടെ ലോസ് എന്ന് പറയുന്നതാണ് ഇനി ഒരാളുടെ പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ ഈ വമ്പന്മാരെല്ലാവരും ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു മാർക്കറ്റിനുള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാണ്. അവര് എന്താ, അവർക്ക് വേണ്ടുന്നത് എന്താണ്? അവര് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളരെ, കാരണം അവരുടെ പൈസ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള പൈസ അല്ല, അത് ഇനി ഒരാളുടെ പൈസ വാങ്ങിച്ചിട്ടാണ് ഇവർ കിടന്ന് മാർക്കറ്റിനുള്ളിൽ കിടന്ന് കളിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ളവർ നമ്മള് കടം മേടിച്ചും നമ്മുടെ സ്വന്തം കാശും അല്ലെങ്കിൽ പണയം വെച്ചും ഒക്കെ ആയിരിക്കും നമ്മൾ ട്രേഡിലേക്ക് വരുന്നത്. നമ്മളും പുറത്തുനിന്ന് എടുത്താലും, പക്ഷെ നമ്മൾ നമ്മുടെ കാശിന് വാങ്ങുന്നതിന് നമ്മൾ ഉത്തരവാദിത്വമുണ്ട്. അതേമാതിരി അവർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അവർക്ക് ഉത്തരവാദിത്വത്തിനോടൊപ്പം തന്നെ അവർക്ക് എന്തും കൂടി അവർ ചെയ്യും. അവർ സ്ട്രാറ്റജീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. അവരെങ്ങനെയും എപ്പോഴും വിൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ, സിനിമയിലൊക്കെ കാണുന്ന പോലെ, മാഫിയ തലവൻ അവൻ വിജയിക്കാൻ വേണ്ടി അവൻ ഏതറ്റം വരെയും പോകും എന്ന് പറയുന്ന പോലെ, ഷെയർ മാർക്കറ്റിൽ ഇതുപോലുള്ള വമ്പന്മാരുടെ ഇടയിൽ വേണം റീറ്റെയിലേഴ്സ് എന്തുണ്ടാക്കാൻ? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ട്രേഡറായിട്ട് വന്നിട്ട് അവരും ട്രേഡിൽ വന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. ഒരു കണക്ക് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ട്രേഡേഴ്സ് എന്ന് പറയുന്ന റീറ്റെയിലേഴ്സ്, നമ്മളെപ്പോലുള്ള ചെറിയ റീറ്റെയിലേഴ്സ് ആണ് പലപ്പോഴും ലൂസേഴ്സ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ്? ശക്തൻ അതിശക്തനാകുന്നു, ദുർബലൻ വീണ്ടും ദുർബലയാകുന്നു. ദുർബലനാകുന്നു. അത് വേറൊരു പഴഞ്ചൊല്ലിന്റെ ഒരു ബിറ്റ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അതെന്താന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ഓൾറൈറ്റ്. സോ അപ്പോ മാർക്കറ്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്? ഒന്നുകൂടെ നമുക്ക് പറയാം. റീറ്റെയിലേഴ്സ്, ദെൻ HNIs, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. FIIs, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, DIIs, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ദെൻ അടുത്തതാരാണ്? പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സ്. സോ ഇത്രയും പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സ്. അപ്പൊ എത്ര? 5 ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഷെയർ മാർക്കറ്റ്. ഇത് പൊതുവെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഷെയർ മാർക്കറ്റ്സിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്, ട്രേഡേഴ്സിന്റെ ലെവലിലുള്ള പാർട്ടിസിപ്പേഷൻ ആരൊക്കെയാണ്? ഈ പറയുന്ന 5 വിഭാഗക്കാരാണ് ഷെയർ മാർക്കറ്റിലെ ട്രേഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിസിപ്പേഷനിലെ മെമ്പേഴ്സ്. ഓക്കെ. സോ അപ്പോ നിങ്ങൾ ഇതിന്റെ വ്യാപ്തിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഷെയർ മാർക്കറ്റിന്റെ യുദ്ധം, ഇതിനകത്ത് യുദ്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെ, എപ്പോ, ഏതിൽ ഇതിന്റെ ഇടയിൽ വലിയ വമ്പന്മാർ തമ്മിൽ യുദ്ധം നടക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനുള്ളില് പരമാവധി എന്താ പറയാ, നമ്മൾ അശക്തരാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ കൊണ്ട് ഒരു മാർക്കറ്റിന്റെ പ്രൈസ്, ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, വിജയി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? അയാൾ വാങ്ങുന്നതോ അയാൾ എൻട്രി ചെയ്യുന്ന ട്രേഡ് പോസിറ്റീവിലേക്ക് പോകുന്നു. വാങ്ങുന്നു വിൽക്കുന്നു ഞാൻ പറയുന്നില്ല, കാരണം അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും.
ഷെയർ മാർക്കറ്റിൽ നിങ്ങളൊരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നു, നിങ്ങളുടെ വ്യൂ തെറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. അത് പണത്തിൻ്റെ കണക്ക് പ്രകാരം. പക്ഷേ മാർക്കറ്റിന്റെ കണക്ക് പ്രകാരം നിങ്ങളൊരു ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, വാങ്ങുകയാണെങ്കിൽ അതിന്റെ വില കൂടിയാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും, കുറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരും. വില കൂടുന്നത് എങ്ങനെ, ഏത് രീതിയിലായിരിക്കും ആ വില കൂടാൻ സാധ്യത? വില കൂടണമെങ്കിൽ ഒരു ഷെയറിന്റെ വില കൂടുന്നു അല്ലെങ്കിൽ കൂടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെ? അത് തിരിച്ചറിഞ്ഞ് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് മിണ്ടാതെ പേഷ്യൻ്റായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അതിനൊരു സാവകാശം സമയം കൊടുത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു കർഷകന്റെ കേസ് എടുത്തു നോക്കൂ. ഒരു കർഷകൻ ഇന്ന് കയ്യിൽ കുറച്ച് വിത്തുണ്ട്. നിങ്ങളുടെ വിത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാപിറ്റലാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റലാണെന്ന് സങ്കല്പിക്കുക. ആ വിത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലാഭം വല്ലതും കിട്ടുമോ? കിട്ടത്തില്ല. പകരം അദ്ദേഹം എന്ത് ചെയ്യുന്നു? വിത്ത് നല്ല മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ മുളയ്ക്കാത്ത വിത്ത് ഉപയോഗിച്ച് നല്ല മഴക്കാലത്ത് കൊണ്ടുപോയി അദ്ദേഹം ആ വിത്ത് മുളപ്പിക്കാൻ ശ്രമിച്ച് അല്ലെങ്കിൽ അതിനെ കൃഷി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിജയിക്കുമോ പരാജയപ്പെടുമോ? സിമ്പിൾ ലോജിക്, പരാജയപ്പെടും. കാരണം അന്തരീക്ഷം അല്ലെങ്കിൽ എൻവറോൺമെന്റ് വിപരീതമായിരിക്കുന്നു. അതുപോലും തിരിച്ചറിയാതെ കൊണ്ടുപോയി പാകുന്നു, നടുന്നു. അപ്പോൾ അവിടുത്തെ തെറ്റുകാരൻ ആരാണ്? തെറ്റുകാരൻ ആ കർഷകൻ തന്നെയാണ്, അല്ലേ? ശരിയല്ലേ? കാരണം ഇത് ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്നതേ സംഭവിക്കുള്ളൂ. ഒന്ന്, അതിന്റെ കുഴപ്പം എന്താണ്? ആ കർഷകന് ആരും പറഞ്ഞു കൊടുക്കാനില്ലാഞ്ഞിട്ടായിരിക്കാം. അല്ലെങ്കിൽ അറിയുന്നിട്ട് പോലും ഊഹം, സ്പെക്കുലേഷൻ, നമ്മൾക്ക് മഴയല്ലേ, മഴ 2 ദിവസം കഴിയുമ്പോൾ മാറും എന്നുള്ളൊരു ഊഹം ഉണ്ടായി. പക്ഷെ മാറിയില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മാറിയെന്ന് വരാം, ചിലപ്പോൾ വീണ്ടും മഴ വന്നെന്ന് വരാം. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പരിധി വരെ ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ ആ കർഷകന്, ഇല്ല നീ ഇത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിനക്ക് ഇത് കൃഷി നശിക്കാനുള്ള സാധ്യതയുണ്ടാവും, അല്ലെങ്കിൽ ഈ കൃഷി കറക്റ്റായ വിളവ് തരത്തില്ല, അതിന് കാരണങ്ങൾ ഇന്ന പോസിബിലിറ്റീസ് കൊണ്ട് ഇന്ന തരാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെന്റർ കൃത്യമായിട്ട് അദ്ദേഹത്തെ നയിച്ചിരുന്നുവെങ്കിൽ, ആ നയിക്കുന്ന വ്യക്തിയെ ഈ കർഷകൻ കറക്റ്റായി ഫോളോ ചെയ്യാൻ വേണം. ഈ കാതുകൊണ്ട് കേട്ടിട്ട് ഈ കാതുകൊണ്ട് അങ്ങേര് പോകുന്ന വഴിക്ക് ആ പോയ പോക്കിൽ പോകുമ്പോൾ ഇതേ പഴയ പോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് നിങ്ങളെ പണിഷ് ചെയ്യും. അപ്പോൾ എല്ലാറ്റിനും ഒരു ബേസിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഒരു അലിഖിതമായിട്ടുള്ള നിയമമാണ്. ചില കാര്യങ്ങളൊക്കെ ഷെയർ മാർക്കറ്റിൽ, ചിലതൊക്കെ പ്രോട്ടോകോൾ തന്നെയാണ്. അത് ഒരു ഈക്വിറ്റി കേസ് എടുക്കാം. നിങ്ങൾ ഒരു ഷെയർ വാങ്ങുന്നെങ്കിൽ ഒരു കമ്പനിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പല വിദ്യാർത്ഥികളും ഇവിടെ, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും തന്നെ നിങ്ങൾ പല ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പല രീതിയിൽ എങ്ങനെ ആയിക്കോട്ടെ, അതിലൊന്നും തെറ്റല്ല. പക്ഷെ അടിസ്ഥാനത്തെ വിട്ടുപോകുന്നു. മീൻസ് ഞാൻ ഷെയർ മാർക്കറ്റ് ടേംസിൽ തന്നെ പറയാം. അതായത് പലർക്കും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഒരു ഓർഡർലി അതിനെ ഒരു ചിട്ടയോടുകൂടി അടുക്കി കറക്റ്റായ ഡിസിപ്ലിൻഡ് ആയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പലർക്കും പല ഇൻഫർമേഷൻസും മിസ്സിംഗ് ആണ് പലയിടങ്ങളിലും. അത് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും കുറേ ചാർട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പാറ്റേൺസ്, കാൻഡിൽ സ്റ്റിക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയുന്നവരുണ്ടാവും. പിന്നെ കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ ബ്രേക്ക് ഔട്ട്, പിന്നെ ബ്രേക്ക് ഡൗൺ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ്. ഒന്ന് ഫോം ചെയ്താൽ അത് അങ്ങനെ പോകും, ഇതിങ്ങനെ പോകും, ടെക്നിക്കൽ അനാലിസിസ്, അത് ഫണ്ടമെൻ്റൽ അനാലിസിസ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഈക്വിറ്റി ട്രേഡറിന് വേണ്ടുന്നത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മിക്സ്, എല്ലാറ്റിൻ്റെയും ഒരു പ്രോപ്പർ മിക്സ്. നമ്മൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആയിക്കോട്ടെ, മറ്റുള്ളവർക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാൻ, നമ്മൾ ഉൾപ്പെടെ നമുക്ക് നമ്മുടെ ഒരു വീട്ടിലെ ഒരു വിരുന്ന് സൽക്കാരം നടത്താൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം കഴിക്കാൻ തന്നെ ആ പാകത്തിന് നിങ്ങൾ എല്ലാം പാകത്തിന് ഉണ്ടാക്കി വെറും ഒരു വൈറ്റ് കളർ ഉപ്പ്
ഒരല്പം ക്വാണ്ടിറ്റി കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കഷ്ടപ്പാടും അവിടെ അങ്ങ് പോകും. അതേമാതിരി നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ഒക്കെ ചെയ്തു, ഹോംവർക്ക് ഒക്കെ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നാൽ പോലും ചെറിയൊരു പിഴവ് വരും. പക്ഷെ ആ പിശക്, ചെറിയ ഉപ്പിന്റെ കുറവും കൂടുതലും ഒക്കെ നമ്മൾ 1-2 പ്രാവശ്യം ഫെയിലുവറിൽ നിന്നും നമ്മൾ എന്തിലേക്ക് വരാം, നമുക്ക് സക്സസിലേക്ക് വരാൻ പറ്റും. പക്ഷെ ആ ഒരു കുറവ് നിങ്ങൾക്ക് സക്സസിലേക്ക് കൊണ്ടെത്തിക്കും. ബിക്കോസ് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പിഴവ് വരാം. പക്ഷെ അടിസ്ഥാനമേ അറിയാതെ, എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ, എന്തൊക്കെ സാധനങ്ങൾ ഇടണം എന്നറിയാണ്ടത്, എന്തൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ അത് ഫില്ല് ചെയ്യണം എന്നറിയാണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോയാൽ എങ്ങനെയിരിക്കും? രണ്ടും വ്യത്യാസം ഉണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ മുതൽ നമ്മൾ എന്താണ്, ഒരു ഈക്വിറ്റി നിങ്ങൾ വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അടിസ്ഥാനമായിട്ട് ആ ഈക്വിറ്റിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ അനാലിസിസിലേക്ക് കൊണ്ടുവരണം. നമ്മൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ്. അനാലിസിസ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മൾ ഒരു ഡേറ്റ എടുത്ത് ആ ഡേറ്റയ ഇന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇത് പ്ലസ്, ഇത് മൈനസ്, ഇന്ന ഫാക്ടർ പോസിറ്റീവ്, ഇന്ന ഫാക്ടർ നെഗറ്റീവ്, ഓൾ ടുഗദർ യെസ് ദിസ് ഇസ് കമ്പാരിറ്റീവ്ലി ഗുഡ്, അല്ലെങ്കിൽ വെരി ഗുഡ്, അല്ലെങ്കിൽ വെരി ബാഡ്, ഇത് യൂസ് ചെയ്യാം, ഇത് നമുക്ക് സെലക്ട് ചെയ്യാം, ഈ കമ്പനിയുടെ ഇക്വിറ്റി സെലക്ട് ചെയ്യാം ഫോർ അവർ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അത് ഒന്നിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഒരേ സമയം നമ്മൾക്ക് ഫിനാൻഷ്യൽ അലോക്കേഷൻസ് എങ്ങനെ നടത്താം, അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് മെയിനായിട്ട് ഒരു ഈക്വിറ്റി ട്രേഡ് നടത്തുമ്പോൾ എന്നുള്ളതാണ്. നമ്മൾ ഈക്വിറ്റിയെ മാത്രം, നമ്മൾ തുടക്കം അതാണല്ലോ, മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വിറ്റിയാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയർ അല്ലെങ്കിൽ ഈക്വിറ്റി വാങ്ങുന്നതിന് നമ്മൾ, അല്ലെങ്കിൽ ഈക്വിറ്റി ട്രേഡർ ആകാൻ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് നിങ്ങൾ അക്വയർ ചെയ്തിരിക്കണം, എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളതിന്റെ ബ്രീഫ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ അടുത്ത ക്ലാസ്സിൽ 1 by 1 ആയിട്ട് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലാസ്സിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ ഓർഡർ ആയിട്ട്. അതിന്റെ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് അത് ക്ലാസ് വരുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ അവർ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് എഡ്യൂക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് സംശയങ്ങളും എന്തുണ്ടെങ്കിലും, ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ ഓരോ വിമർശനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. താല്പര്യം തോന്നുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് നന്നായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്യാം. അടുത്ത ചാപ്റ്ററിൽ കാണാം. താങ്ക് യു.